അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മഹൽ നിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതും ഈ കേൾക്കുന്നതും അല്ലാഹു തആല ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം തുടങ്ങിയ സംരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും അതേപോലെ തന്നെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയും സമയവും അത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അർത്ഥം മഹാന്മാർ വിശദീകരിക്കുന്നത് വസന്തകാലം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബി ഒരു പ്രവാചകനാണെന്ന് മറ്റു സമുദായത്തിന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാർക്കും ഓരോ മുഅ്ജിസത്ത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ഒരു മുഅ്ജിസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മുഅ്ജിസത്തും ലോകാവസാനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു മുഅ്ജിസത്താണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ്. ആ ഖുർആൻ ഷരീഫിനെ നല്ല രൂപത്തിൽ പഠിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച ആൾക്കാർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഈ സന്ദേശം എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ആ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല രൂപത്തിലേക്ക് ദീനുൽ ഇസ്ലാം കടന്നു വന്നതും അതേപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനും വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് കാരണമായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടാകും. ഖുർആൻ നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ച് അത് നല്ല രൂപത്തിൽ അതിൻ്റെതായ രൂപത്തിൽ അതിനെ അനുസരിച്ച് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അതേപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇസ്ലാമിൽ നിന്നും പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന് കൊടുത്ത കാരണം ഈ ലോകത്തുള്ള മുഴുവൻ, അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത സന്ദർഭം മുതൽ ഇന്ന് ഈ നിമിഷം വരെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ ലോകത്തുള്ള ഏത് ഗ്രന്ഥമെടുത്ത് നോക്കിയാലും ആ ഗ്രന്ഥങ്ങളിലെല്ലാം അവരുടേതായിട്ടുള്ള പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആൾക്കാരുടെയും കയ്യൊപ്പുകൾ നിങ്ങൾക്കെല്ലാവർക്കും കാണാം. പക്ഷേ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് അത് അന്ന് എങ്ങനെയാണ് ഇറക്കിയത് അതേപോലെ തന്നെയാണ് ഇന്നും ഈ 2026 അതേപോലെ ഒരു വള്ളിയോ ഒരു പുള്ളിയോ മാറ്റമില്ലാതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് ഇന്ന് നിലകൊള്ളുന്നത്. നാം ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വെറും 10 ആയത്ത് മാത്രം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ഉക്കാല ചന്തയിലൂടെ നടന്നു വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരിങ്ങനെ ഉക്കാല ചന്തയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു കച്ചവടക്കാരുടെ കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ലയോ കച്ചവടക്കാരെ, എനിക്കൊരു 500 ദീനാർ നിർബന്ധമായിട്ട് എനിക്ക് വേണം, എനിക്കൊരു അത്യാവശ്യം കാര്യം ചെയ്യാനാണെന്ന് പറഞ്ഞു. ഇത് കേട്ട കച്ചവടക്കാർ ചോദിച്ചല്ലയോ ഉമറെ, എനിക്ക് ഭ്രാന്താണ് ഉമറെ, ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് ഒരല്പസമയം പോലും ആയിട്ടില്ല, എങ്ങനെ എൻ്റെ അരികിലേക്ക് ഒരു 500 ദീനാർ എങ്ങനെ എനിക്ക് കിട്ടുക? ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാം ഒന്ന് മനസ്സിലാക്കണം, തൻ്റെ മനസ്സിൽ ഒരല്പം മനുഷ്യത്വമുണ്ടെങ്കിൽ ആ ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും അവിടെ നിന്നും പിരിഞ്ഞുകൊണ്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് വരിക. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വാളെടുത്തുകൊണ്ട് ഈ കച്ചവടക്കാരൻ്റെ തലങ്ങ് വെട്ടിമാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിക്കണം, അത്രയ്ക്കും കൊടുക്കൂരനായിരുന്നു ഉമർ തങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിരലുകൾ വെട്ടി കഷ്ണമായിട്ട് അദ്ദേഹം മാലയാക്കി കഴുത്തിൽ ചാർത്തിട്ടുണ്ടെന്ന് ചരിത്രം നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും. അത്രയും കൊടുക്കൂരനായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ.
ആ ഉമർത്തങ്ങൾ നാം എല്ലാവരും ഇന്ന് മാതൃകയാക്കുന്ന ഉമർത്തങ്ങളാക്കി മാറ്റിയത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫാണ്. പക്ഷേ ഉമറിൻ്റെ ജീവിതത്തിൽ അധിക ആൾക്കാരും അറിയാത്തൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ മദീന മുനവ്വറിൽ നിന്നും ഉമർത്തങ്ങൾ ഖലീഫയായിരുന്നൊരു കാലമാണ്. അങ്ങനെ മദീന മുനവ്വറിൽ നിന്നും എല്ലാ നിസ്കാരത്തിന് ശേഷം ഇശാ നിസ്കാരത്തിന് ശേഷം ഉമർത്തങ്ങൾ പെട്ടെന്ന് എണീറ്റ് പോകുന്നത് ബഹുമാനപ്പെട്ട ത്വൽഹാ റളിയല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടൊരു സംശയം തോന്നി, എന്തിനാണ് മദീനയുടെ ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരും അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്ന ഉമർത്തങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവരെന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതെന്ന് ത്വൽഹാ തങ്ങൾക്കൊരു സംശയം തോന്നുകയാണ്. സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്നൊരു സംശയം ത്വൽഹാ തങ്ങൾക്ക് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട ത്വൽഹാ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഉമർ തങ്ങളുടെ ബേക്കിൽ ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ വിജനമായൊരു സ്ഥലത്ത്, ആരാരും എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുറ്റും നോക്കിക്കൊണ്ട് ആ വീട്ടിലേക്ക് കടക്കുകയാണ്. ഇത് കണ്ട ത്വൽഹാ റളിയല്ലാഹു അൻഹു ആകെ വിഷമമായി. കാരണം മദീനയുടെ ഖലീഫയായിട്ടുള്ള അല്ലാഹുവിൻ്റെ റസൂൽ ഖിലാഫത്ത് ഏൽപ്പിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് തെറ്റിന് പോകുന്നതെന്ന് പേടിച്ചുകൊണ്ട് ത്വൽഹാ റളിയല്ലാഹു അൻഹു വേജാറായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് സമയത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ വീട്ടിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. ഇത് കണ്ട ത്വൽഹാ റളിയല്ലാഹു അൻഹു വളരെ വെപ്രാളത്തോടുകൂടി ഉമർ തങ്ങൾ തൻ്റെ കൺവട്ടത്തിൽ നിന്ന് മറിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ത്വൽഹാ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് വളരെ വേദനാജനകമായിട്ടൊരു കാഴ്ചയാണ്. അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീ ഒന്നിനും കഴിയാത്ത രൂപത്തിൽ ആ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ കട്ടിലിൽ നിന്നൊന്ന് എണീറ്റ് തൻ്റെ പുറത്തേക്കൊന്ന് പോയി പോലും നോക്കാനാവതില്ലാത്ത ആ വൃദ്ധയായിട്ടുള്ള ആ സ്ത്രീ ഇങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഈ ത്വൽഹാ തങ്ങൾ ചോദിച്ചു, അല്ലയോ ഉമ്മ, നിങ്ങളരികിലേക്ക് വന്ന മനുഷ്യൻ ആരാണ്? നിങ്ങളുമായിട്ട് അവർക്ക് എന്ത് ബന്ധമാണുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മ പറയുകയാണ്, എനിക്കറിയില്ല മകനെ, എനിക്കറിയില്ല ആ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്ന് മാത്രം അറിയാം, അവൻ നല്ലൊരു മനുഷ്യനാണ്, അവൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. എൻ്റെ മക്കളും എൻ്റെ എല്ലാവരും എന്നെ ഒഴിവാക്കി പോയ സമയത്ത് എനിക്ക് താങ്ങും തണലുമായിട്ട് എന്നും എൻ്റെ കൂടെ എൻ്റെ കാഷ്ടവും എൻ്റെ മൂത്രവും എൻ്റെ വായിൽ നിന്ന് വരുന്ന എൻ്റെ കഫങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കി എനിക്ക് വിശക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വായിലേക്ക് ഭക്ഷണത്തിന് ഉരുളകൾ വെച്ച് തരുന്ന ആ മനുഷ്യൻ, അദ്ദേഹം വലിയൊരു മനസ്സിന് ഉടമയാണെന്ന് പറയുകയാണ്. ഇത് കേട്ട ത്വൽഹാ തങ്ങൾ ചോദിച്ചു, അല്ലയോ ഉമ്മ, ആ മനുഷ്യനാരാ നിങ്ങൾക്കറിയണോ ഉമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മ വളരെ ആകാംക്ഷയോടുകൂടി പറയുകയാണ്, അതെ ത്വൽഹാ റളിയല്ലാഹു അൻഹു, അതെ എനിക്കറിയണം. ആ വ്യക്തി ആരാണ്, ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയണമെന്ന്. ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഉമ്മ? ആ മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ, പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിന് സിംഹാസനങ്ങളും ചെങ്കോലുകളും ഏതൊരു ഉമറിന്റെ മുമ്പിലാണോ പത്തിമടക്ക് കീഴടക്കുന്നത്, ആ ഉമർ ഈ രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന അമീറുൽ മുഅ്മിനീൻ, ഖലീഫ, ഡിക്റ്റേറ്റർ, ആ ഉമറാണ് ഉമ്മ ദിവസവും നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളെ പാദസേവ ചെയ്യുന്നത്. ഇത് കേട്ട് ഉമ്മാന്റെ കണ്ണാകെ നിറയുകയാണ്. നാം ഒന്ന് ചിന്തിക്കണം, ഒരു MLA ആയാൽ അവന് സഞ്ചരിക്കാൻ മുമ്പിലും പിമ്പിലും വാഹനങ്ങൾ വേണം, വാഹനത്തിന് മുകളിൽ ചുവന്ന ലൈറ്റ് വേണം, വാഹനത്തിന് മുകളിൽ AC, വാഹനത്തിനുള്ളിൽ AC വേണം, അവനെ പരിചരിക്കാൻ സർക്കാർ വക ആളുകൾ വേണം. പക്ഷേ ഒരു രാജ്യത്തിന് ഡിക്റ്റേറ്ററായിട്ട് പോലും ഇല്ല, ഒരു വാക്കിനും മറുവാക്കില്ലാത്ത തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ ചെങ്കോലുകൾ തൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പോലും താനിതവരെ അറിയുകയോ മനസ്സിലാക്കുകയോ പോലും ചെയ്യാത്ത ഒരു ഉമ്മാക്ക് സേവ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ആ ഉമർ തങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനായി തീർന്നു നിങ്ങൾക്കറിയുമോ? വാക്കിന് മറുവാക്കില്ലാത്ത രൂപത്തിലുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ ചെങ്കോൽ കയ്യിൽ കിട്ടിയിട്ട് പോലും താനിതവരെ അറിയുകയോ മനസ്സിലാക്കുക പോലും ചെയ്യാത്തൊരു ഉമ്മാക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച മഹാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ അനുജത്തിയും തൻ്റെ അനുജത്തിയുടെ ഭർത്താവ് മുസ്ലിമായിരുന്നു കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ കൊല്ലുവാൻ വേണ്ടി കുതിരപ്പുറത്ത് കയറി പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം കുതിര ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോയപ്പോൾ അവസാനം അവരുടെ വീട്ടിലെത്തിയ സമയത്ത് ഉമർ തങ്ങൾ വരുന്നുണ്ടെന്ന് വിവരം അറിഞ്ഞപ്പോൾ രണ്ടുപേരും വളരെ ബേജാറായി. കാരണം ഉമർ എന്ന് പറഞ്ഞ ചില്ലറ മനുഷ്യനല്ല. ഉമറിൻ്റെ അത്ര ധീരതയുള്ള ഒരു മനുഷ്യൻ അന്ന് ആ മക്ക ഭൂമിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും പവർഫുള്ളായ ഒരു മനുഷ്യനായിരുന്നു ഉമർ തങ്ങൾ. ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും, അദ്ദേഹത്തിൻ്റെ മുഷ്ടി കൊണ്ട് ഒരു അടിയങ്ങാനി കിട്ടിക്കഴിഞ്ഞാൽ മുഖത്തിന് ഷേപ്പങ്ങ് മാറി. അത്രയ്ക്കും പവറായിരുന്നു അദ്ദേഹം.
ആ ഉമർ തങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പെങ്ങളുടെ ഭർത്താവും ആകെ പേടിച്ചുകൊണ്ട് നിന്ന സമയത്ത് അവർ വിശദമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലെ ത്വാഹ സൂറത്തിൻ്റെ ആദ്യത്തെ 10 ആയത്ത് അവരിങ്ങനെ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൻ്റെ ത്വാഹ സൂറത്തിലുള്ള ആദ്യത്തെ 10 ആയത്തിനെ കേട്ട സമയത്ത് ഉമർ തങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ബേജാറ് വരികയാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതൊരു മനുഷ്യൻ്റെ നിർമ്മിതിയല്ല, ഇതൊരു അമാനുഷികമായിട്ടുള്ള നിർമ്മിതിയാണ്. ഇതൊരിക്കലും മുഹമ്മദ് എന്ന് പറയുന്ന ആ നബിക്ക് ഇതൊരിക്കലും കൊണ്ടുവരാൻ പറ്റുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ നിന്നും ആ പ്രവാചകന് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു സമ്മാനമാണ് ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ മനസ്സിലാക്കുകയാണ്. മുഅ്മിനീങ്ങൾ നാം ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ഉമർ തങ്ങൾ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പൊടിപടലിങ്ങനെ പടർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബിത്തങ്ങളുടെ സ്വന്തം കൂട്ടുകാരനും നബിത്തങ്ങളെ വലം കൈയായിട്ടുള്ള ഉമർ തങ്ങളെ എണീറ്റുകൊണ്ട് വാടൂരിക്കൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ആ ഉമർ നല്ലതിനല്ല വരുന്നതെങ്കിൽ ഈ സിദ്ദീഖിൻ്റെ വാളിൻ്റെ മൂർച്ച ഉമർ അറിയുമെന്ന് പറയുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അല്ലയോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്ന് അടങ്ങി നിൽക്കൂ. ഉമർ എന്തിനാണ് വരുന്നത് നമുക്ക് ചോദിക്കാം, നിങ്ങളൊന്ന് അടങ്ങി നിൽക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങൾ ഇങ്ങനെ ഇടിക്കുകയാണ്. വളരെ വിഷമത്തോടുകൂടി, വളരെ നിസ്സഹായതോടുകൂടി ബഹുമാനപ്പെട്ടവരെ ഇങ്ങനെ നബിത്തെ മുട്ടുകുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ മുസ്ലിം ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ ചെയ്തു പോയ എല്ലാവരും തെറ്റുകൾ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു നൽകണേ. നാം ഒന്ന് ചിന്തിക്കണം. ഉഖാല ചന്തയിൽ ചെന്നുകൊണ്ട് പാവപ്പെട്ട കച്ചവടക്കാരൻ്റെ തലയർത്ത് അദ്ദേഹത്തിൻ്റെ വിരലുകളെല്ലാം നുറുക്കി കഷ്ടമാക്കി കഴുത്തിൽ മാലയണിഞ്ഞ ആ ഉമർ അവസാനം മുസ്ലിം ആവുകയാണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൻ്റെ ആ വെറും 10 ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ഉമർ റളിയല്ലാഹു ആയ മനുഷ്യൻ അദ്ദേഹത്തിനൊരു മനുഷ്യനാക്കി മാറ്റിയ ഖുർആനിൻ്റെ അതുല്യമായ അനുപമമായ മാസ്മരികമായ മാനുഷികമായ ശക്തി ഇന്നും എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ തട്ടിൻപുറങ്ങളിൽ സായുജ്യമടയുകയാണ്. അരുത്, ആ ഖുർആൻ നെഞ്ചിലേറ്റുക. സമുദായത്തിന് മധ്യത്തിലേക്ക് വിപ്ലവമുണ്ടാക്കാൻ നിങ്ങൾ ആ ഖുർആൻ എടുക്കൂ. നാം ഒന്ന് ചിന്തിക്കണം. ഇതുവരെ കാലത്ത് സംസാരിച്ചിരുന്ന നമ്മുടെ മക്കൾ വയസ്സാങ്കാലത്ത് ഒന്നിനും കഴിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് വാപ്പാ ഞാനുണ്ട്, ഉമ്മ ഞാനുണ്ടെന്ന് പറയുന്ന പൊന്നോമനകളെ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഷേക്സ്പിയറിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ടോൾസ്റ്റോയെ പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങൾ കാര്യമില്ല, ഡാർവിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കാര്യമില്ല. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാം ആ വിദ്യാർത്ഥികളുടെ, ആ കുട്ടികളുടെ കുരുന്ന മനസ്സിലേക്ക് എത്തുമ്പോഴാണ്. ഇന്നത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മോചിസത്ത് എന്ത്?